ഹായ്. തഗ്ഗുകളുടെ രാജകുമാരൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ആളെ പിടികിട്ടും. ശ്രീനിവാസൻ്റെ ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസൻ. മലയാള സിനിമയിലെ ഒരുപാട് ആൾക്കാർ വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരുപാട്, അല്ലെങ്കിൽ താരജാടയൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരിൽ നിന്ന് പോലും വ്യത്യസ്തമായിട്ടാണ് ധ്യാൻ ശ്രീനിവാസനെ കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്. ഒരു പച്ചയായ ഒരു മനുഷ്യൻ, ആ ഒരു പ്രതീകമാണ് ധ്യാൻ ശ്രീനിവാസനെ കാണുമ്പോൾ ഫീൽ ചെയ്യാറ്. 2013 തന്റെ സഹോദരൻ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത തിര എന്ന ചിത്രത്തിലൂടെയാണ് ധ്യാൻ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. കുഞ്ഞിരാമായണം, അടികപ്പേരെ കൂട്ടമണി, ലവ് ആക്ഷൻ ഡ്രാമ, വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ ഒത്തിരി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ധ്യാൻ്റെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിറ്റുകൾ കുറച്ചാണ്, പക്ഷേ ഫ്ലോപ്പ് ചിത്രങ്ങളാണ് കൂടുതലുണ്ട്. അത് ധ്യാനും പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ഫ്ലോപ്പ് ചിത്രങ്ങളാണ് കൂടുതലുള്ളതെന്ന്. ധ്യാൻ ശ്രീനിവാസൻ്റെ പടങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ കാണാൻ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ അത് അത്ര പോരാ എന്ന് പറയുന്നവരായിരിക്കും മിക്കവരും ഉള്ളത്. ധ്യാനിനെ വെച്ച് ഒരു പടം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ധ്യാനിനെ വെച്ച് ഒരു പടം ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ധ്യാൻ മിക്കവർക്കും തൻ്റെ അടുത്ത് വരുന്ന മിക്ക സ്ക്രിപ്റ്റിനും ധ്യാൻ പലപ്പോഴും കഥ കേൾക്കാതെ സിനിമ ചെയ്യാറുണ്ട് എന്ന് ധ്യാൻ വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം തൻ്റെ അടുത്ത് വരുന്നവർ തൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു പടം ചെയ്യണം, ധ്യാനിനെ വെച്ച് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യണം. അങ്ങനെ ചെയ്തു പോകുന്ന ഒരുപാട് ചിത്രങ്ങൾ ധ്യാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ധ്യാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇനി നല്ല സിനിമകൾ നോക്കി ചെയ്യണം എന്നുള്ള തരത്തിലേക്ക്. മുമ്പൊക്കെ ധ്യാൻ്റെ ഇൻ്റർവ്യൂവിൽ കമൻറ്റ് വരുമ്പോൾ കണ്ടിട്ടുണ്ട്, ധ്യാൻ്റെ സിനിമകളൊന്നും നമുക്ക് കാണണ്ട, പക്ഷേ ഇൻ്റർവ്യൂസ് എടുത്ത് തിയേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ ഹിറ്റടിക്കുമെന്ന്. അത് ശരിയാണ്. സോഷ്യൽ മീഡിയയുടെ ഇപ്പോൾ വന്നതോടെ അല്ലെങ്കിൽ ധ്യാൻ്റെ ഇൻ്റർവ്യൂസൊക്കെ എപ്പോഴും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നാലും അതെല്ലാം പോയി ചെന്നിരുന്ന് കാണും. കാരണം നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്തായിരിക്കും ധ്യാനോ കണ്ടുകളെ ഇതിലെന്തെങ്കിലും ചിരിക്കാൻ കാണും, ആ ഒരു സംഭവമാണ്. കാരണം ധ്യാനാണോ അത് കണ്ടിരിക്കും. ധ്യാൻ അത്രയധികം ഫാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത്രയധികം ഇൻ്റർവ്യൂസൊക്കെ ഇഷ്ടമാണ്. കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവങ്ങൾ, അതിന് വളരെ വിഷമമുള്ള കാര്യങ്ങളായിക്കോട്ടെ, ദേഷ്യമുള്ള കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ വളരെ സിമ്പിളായിട്ട് അതൊരു മർമ്മത്തിൽ കലർന്നുള്ള സംസാരമാണ് ധ്യാൻ ശ്രീനിവാസനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. എത്ര വിഷമങ്ങളുള്ള കാര്യങ്ങളായപ്പോൾ അതിന് ശ്രീനിവാസൻ്റെ സംസാരവും ശ്രീനിവാസൻ്റെ രീതികളൊക്കെ അറിയാവുന്ന നമ്മുടെ മലയാളികൾക്കും അത് മനസ്സിലാകും. ശ്രീനിവാസൻ്റെ സംസാര രീതികളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ ഒരു ഇത് തന്നെയാണ് ഈ മകനും ഉള്ളത്. പക്ഷേ വിനീത് ശ്രീനിവാസൻ സിമ്പിളാണ്, പക്ഷേ എന്നാലും ഇത്രയധികം ഓപ്പൺ മൈൻഡ് അല്ല. ധ്യാൻ ശ്രീനിവാസനെ പോലുള്ളൊരു ഓപ്പൺ മൈൻഡൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ധ്യാനിനെ കുറേ കൂടെ മലയാളി പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ധ്യാൻ്റെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ധ്യാൻ്റെ ഒരു പ്രൊമോഷൻ ഒരു ചാനലിൽ കൊടുത്ത ഇതിൽ കണ്ടതാണ്. വിവാഹ എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ പ്രൊമോഷനാണ് പുതിയതായിട്ട് റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൽ മസ്താനി ചോദിക്കുന്നുണ്ട്, അശ്വന്ത് കോക്കിൻ്റെ ഒരു വീഡിയോ കാണിച്ചിരുന്നു. കാരണം ആ വീഡിയോ എന്ന് പറയുന്നത് മാധവ് സുരേഷിൻ്റെ അംഗം അട്ടഹാസം എന്ന സിനിമ ഫ്ലോപ്പായപ്പോൾ കോക്ക് 1 ലക്ഷം രൂപ വാങ്ങി മോശം റിവ്യൂ കൊടുത്തു. അതിൻ്റെ പേരിലാണ് പടം ഫ്ലോപ്പായത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ പടം ഫ്ലോപ്പായി എന്നുള്ള തരത്തിലേക്കൊക്കെ വിഷയം വന്നിരുന്നു. അപ്പോൾ അതിനെതിരെ റിയാക്ട് ചെയ്ത് അശ്വന്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. താൻ എന്തുമാത്രം പടങ്ങൾ ധ്യാനിനെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, എന്തുമാത്രം ഫ്ലോപ്പ് ചിത്രങ്ങൾ ധ്യാനിന്, എന്തുമാത്രം മോശം അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ ധ്യാൻ കുട്ടനെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന രീതിക്ക് ഭയങ്കര എൻ്റെ പട്ടികളെ ഞാൻ പൈസ വാങ്ങിച്ച് കണ്ടോ പട്ടികളെ എന്നൊക്കെ ചോദിച്ച് ഒരു വീഡിയോ ട്രെൻഡിങ്ങിലൊക്കെ നിന്നിരുന്നു, റീൽസിലൊക്കെ വൈറലായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കാണിച്ചിട്ടാണ് ചോദിച്ചത്, ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്. അപ്പോൾ ഈ റീൽസ് മുമ്പേ കണ്ടിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അശ്വന്തിനെ പറ്റി ഞാൻ മുമ്പ് വിചാരിച്ചിരുന്നത് ഇങ്ങനെ മോശം പറയണോ, ആൾക്കാരെ ഇങ്ങനത്തെ തരത്തിൽ മോശം പറയണോ എന്നൊക്കെ രീതിക്ക് ഞാനും മുമ്പ് ചിന്തിച്ചിരുന്നു. പക്ഷെ ധ്യാൻ പറഞ്ഞപ്പോഴാണ് ഞാനത് ചിന്തിച്ച് നോക്കുന്നത്. ശരിയാണ്, ധ്യാൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, അശ്വന്ത് ഒരു സിനിമാ പ്രേമിയാണ്.
ഒരു എല്ലാ സിനിമകളും കാണും. സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാ സിനിമകളും അയാളെ കയ്യിലുള്ള കാശ് മുടക്കിയാണ് പടം കാണുന്നത്. ആ പടത്തെ പറ്റി അയാൾ അഭിപ്രായം പറയുന്നുണ്ട്. ആ അഭിപ്രായത്തിൽ പറയുന്നതിലൂടെ അയാൾ സമ്പാദിക്കുന്നുണ്ട്, ഒരു റവന്യൂ അയാൾ കണ്ടെത്തുന്നുണ്ട്. ഇതിപ്പോൾ അയാളൊരു ജോലിയാക്കി വെച്ചിരിക്കുകയാണ്. അയാൾ സത്യത്തിൽ ഒരു മാഷാണ്, നല്ല വിവരവും ബോധവുമുള്ള ഒരാളാണ്. അയാൾക്ക് ഇപ്പോൾ എന്താ, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവരും ഒരു റിവ്യൂ കേൾക്കുന്നതെങ്കിൽ ഫസ്റ്റ് എടുക്കുന്നത് അശ്വന്ത് കോക്കിൻ്റെ വീഡിയോസ് ആണെന്നാണ് ധ്യാൻ പറയുന്നത്. ശരിയായിരിക്കാം. കാരണം നമ്മുടെ സെർച്ച് ചെയ്ത റിവ്യൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ തന്നെ അശ്വന്തിൻ്റെ റിവ്യൂ ആയിരിക്കും ആദ്യം വന്ന് കിടക്കുന്നത്. അത്രയധികം വ്യൂസ് ഉണ്ട് അയാൾക്ക്, അത്രയധികം നല്ലൊരു ഇതാണ്. അപ്പോൾ ധ്യാൻ്റെ പടങ്ങൾ ഒരുപാട് മോശം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്ലോപ്പായ പടങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതിനൊക്കെയും മോശമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഫ്ലോപ്പ് വന്നിട്ടുണ്ട്, അതിൻ്റെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഒരു സിനിമ അഭിനയിക്കുമ്പോൾ ആ സിനിമ എന്തും വിമർശിക്കപ്പെടാം. ഒന്ന് ചിലപ്പോൾ ഫ്ലോപ്പാവും, ചിലപ്പോൾ ഹിറ്റാവാം, ചിലപ്പോൾ ഒരു ആവറേജ് ആവാം. അതിൽ ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ അത് എന്ത് വിമർശനങ്ങൾ വന്നാലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് ധ്യാൻ പറയുന്നത്. അതിനുശേഷം ധ്യാനിനെ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഇവർ അശ്വന്തിനെ കാണുകയുണ്ടായിരുന്നെന്നും അതിനുശേഷം ഒരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ഉടലെടുക്കുകയും പിന്നെ ഇടയ്ക്കൊക്കെ വിളിയുണ്ടാവും, സിനിമകളെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ ഈ സംസാരത്തിനിടയിലും ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ റിവ്യൂ ഇതിൻ്റെ ഇടയിൽ ഇടകലർന്ന് വരാറില്ല കേട്ടോ. അവർ നല്ലൊരു ബോണ്ടിങ് ആണ്. പക്ഷേ റിവ്യൂ പറയാനുള്ള അവകാശം അയാൾക്കുണ്ട്. അയാൾ കാശ് കൊടുത്ത് അല്ലെങ്കിൽ കണ്ട പടം അയാൾക്ക് വന്നിരുന്ന അഭിപ്രായം പറയാം. അത് ശരിയാണ്, ഞാനും ചിന്തിച്ചപ്പോൾ ശരിയാണ്. പക്ഷെ ചിലരൊക്കെ പറയുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ചിലരൊക്കെ പറയുമ്പോൾ റിവ്യൂ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു സീന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ അടുത്ത അതിലൊരു എന്തെങ്കിലും ഒരു പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടു, അപ്പം നാളെ കാണാനുള്ളവർക്ക് ഇത് അവരിങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇത് ഇങ്ങനെയാണ്, ആ ഒരു തരത്തിലേക്ക് അവർ ചിന്തിച്ചെടുക്കും. ആ ഒരു വിഷയമാണ് എനിക്കിഷ്ടമില്ലാത്ത റിവ്യൂ പറയുന്നത്. അല്ലാതെ എനിക്ക് റിവ്യൂ പടം ഇഷ്ടമാണോ, കൊള്ളാമോ, നല്ലതാണോ, മോശമാണോ, അതിനൊന്നും പറഞ്ഞതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അശ്വന്ത് കൊക്ക് പറയുന്നത് അത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ലെങ്കിൽ അശ്വന്ത് കൊക്ക് ഒരു മോശം സിനിമയെ മോശം സിനിമയെന്നാണ് പറയുന്നത്. നല്ല സിനിമകളെ നല്ല സിനിമയെന്നും പറയാറുണ്ട്. അല്ലെങ്കിൽ റിവ്യൂ പറഞ്ഞത് കൊണ്ട് ഒരു സിനിമ മോശമായി പോകാറില്ല. റിവ്യൂ പറഞ്ഞ മോശമായി പോയി എന്ന് പറയുന്ന എത്രയോ സിനിമകൾ ഹിറ്റ് അടിച്ചിട്ടുണ്ട്, ഇത് ഞാൻ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഹിറ്റ് അടിച്ച എത്രയോ പടങ്ങൾ, അല്ലെങ്കിൽ ഹിറ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇത് ഹിറ്റ് അടിക്കും എന്ന് പറയുന്ന എത്രയോ പടങ്ങൾ ഫ്ലോപ്പായി പോകാറുണ്ട്. അതൊക്കെയും ഓരോരുത്തർ കാണുന്ന രീതികളും അല്ലെങ്കിൽ ഓരോരുത്തരുടെ മനസ്സും വെവ്വേറെയാണല്ലോ. ഇന്ന് ഞാൻ ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സിനിമ ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ അതിരടി സിനിമ ഞാൻ തിയേറ്ററിൽ പോയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒരു നമുക്ക് OTT പ്ലാറ്റ്ഫോമുകൾ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അതെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ വന്നപ്പോഴും എനിക്ക് കാണാനായിട്ട് പറ്റിയില്ല. ഞാൻ മെനഞ്ഞാന്നാണെന്ന് തോന്നുന്നു ആ സിനിമ കണ്ടത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇന്ന് എൻ്റെ അനിയത്തിയുടെ ചോദിച്ചപ്പോൾ അനിയത്തിക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു ബോറ് പടം എന്നാണ് പറയുന്നത്. അപ്പോൾ കാണുന്ന ഓരോരുത്തർക്കും അതൊരു ഓരോ ഫീലിംഗാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാണും പോലെയല്ല മറ്റൊരാൾ കാണുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണും. ഇപ്പോൾ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ റിവ്യൂ പറയുന്നവർക്ക് മാത്രമല്ല, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും, അല്ലെങ്കിൽ വ്ളോഗ് പറയുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ റീൽസ്, അതിലൊക്കെയും വന്ന് എല്ലാവർക്കും ഇപ്പോൾ ഓപ്പണായിട്ട് എല്ലാവർക്കും പറയാമല്ലോ. അപ്പം റിവ്യൂ പറഞ്ഞാൽ മാത്രമേ അങ്ങനെ പറയാവുന്നില്ല. ആർക്കാണെങ്കിലും പടം ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലേ, ആ ഒരു അഭിപ്രായം വന്ന് പറഞ്ഞു പോകാനുള്ള ഒരു ഇതുണ്ട് എല്ലാവർക്കും. ഒരു മൊബൈൽ ഫോൺ മാത്രം മതിയല്ലോ, നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് ഇഷ്ടമായോ ഇല്ല എന്നുള്ളതെല്ലാം നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും ഓരോ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അതൊക്കെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ധ്യാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ പടങ്ങളായാലും ചേട്ടൻ്റെ പടങ്ങളായാലും മുമ്പ് ഞാൻ തന്നെ ഒരുപാട് തെറികളെയൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന്. ഇത് കഥ പറയുമ്പോൾ എന്ന സിനിമയാണെന്ന് തോന്നുന്നു. അന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യാതെ ധ്യാൻ ശ്രീനിവാസനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇത് പടം പൊട്ടും എന്ന് പറഞ്ഞതാണ് ധ്യാൻ ശ്രീനിവാസൻ. പക്ഷേ അതിനുശേഷം
ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടതിന് ശേഷം ധ്യാൻ ഈ ചിത്രം കണ്ടപ്പോഴത്തേക്കും കരഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അതാണ് കാരണം. ഓരോ സിനിമകൾ ഓരോ വ്യക്തികൾ കാണുമ്പോൾ ഓരോ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഓരോ ഇതാണ് അതിൻ്റെ ഒരു ചെറിയൊരു വിഷയം പോലും അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചെറിയ ആൾക്കാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പോലും സിനിമയ്ക്ക് വലിയധികം മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും ആ സിനിമയെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനും അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് എന്ന് പറയാനുള്ള അധികാരവും അവകാശവും അവർക്കുണ്ട്. അവരാണ് പൈസ മുടക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങൾ അവർക്ക് തന്നെ പറയണം. അപ്പോൾ ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം, ആയെങ്കിൽ ഇഷ്ടമായി എന്ന് പറയണം. അത് അവരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ ഇത് സിനിമാക്കാർക്ക് കൂടുതലധികം ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് ധ്യാൻ പറയുന്നത്. കാരണം അജു അടക്കം ഇപ്പോൾ അഭിനയം പഠിച്ചു, അല്ലെങ്കിൽ കൊക്ക് അല്ലെങ്കിൽ അശ്വന്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റിവ്യൂവർ ഇങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കിതിനേക്കാൾ നാളെ അടുത്തൊരു പടം ചെയ്യുമ്പോൾ ഇതിനേക്കാളും നന്നാക്കണം. വേറെ ഡയറക്ടേഴ്സിനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞില്ല, ഇനി അടുത്ത് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ അപ്പുറം എനിക്ക് ഒരു മികച്ച സിനിമ കൊണ്ടുവരണം. ആ ഒരു എഫേർട്ടിൽ എടുക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. നമ്മളൊക്കെ എത്ര ചെയ്താലും ഇത്രയൊക്കെ പറയുള്ളൂ, ഇങ്ങനെ മനസ്സിലാക്കുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയും ശരിയാണ്. ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞതൊക്കെയും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനും അതിന് ശേഷമാണ് ഞാൻ ചിന്തിച്ച് തുടങ്ങിയത്. കാരണം ഞാൻ അത്രയും ദിവസം അശ്വന്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, മോശം പറയുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ ഒരു പടം മോശമായിപ്പോയി അയാൾക്ക് എന്തിനു വന്നിരുന്ന് പറയണം, ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചതാണ്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ അത് സത്യമാണ്. അയാൾ പൈസ മുടക്കി കണ്ടു, അയാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെയും നല്ല ഒരു കാര്യമാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു വിവാഹ എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് വന്നിരിക്കുകയാണ് ധ്യാൻ. പിന്നെ ഒരു CM ആകുന്നു എന്നൊക്കെ കഴിഞ്ഞൊരു പ്രോഗ്രാമിൽ വന്നെന്ന് CM ആകാൻ പറഞ്ഞു, അങ്ങനെ ഒരു കോമഡി രൂപേണ പറയുന്നുണ്ട്. ധ്യാൻ പറഞ്ഞു കഴിഞ്ഞ ഇലക്ഷന് ഇടതുപക്ഷത്തു നിന്ന് ഒരു മത്സരിക്കാൻ വേണ്ടിയിട്ട് അയാളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനിക്ക് ഈ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും അറിയില്ല, ഞാനിത് പഠിച്ചിട്ടല്ലാതെ ഞാനിതിലേക്ക് വരുന്ന ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷേ ഇത് തുറന്ന് പറയുന്ന എത്ര പേരുണ്ട്. കാരണം നമുക്കൊരു ഫ്രെയിമുണ്ട്, നമുക്കൊരു ഫേമസ് ആണ്, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടും, നമുക്ക് വോട്ട് കിട്ടും എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരും എങ്കിൽ പിന്നെ മത്സരിക്കുക, എന്തായാലും ഞാൻ ജയിക്കുമല്ലോ, ആ ഒരു ചിന്തയാണ്. പക്ഷേ ധ്യാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം തനിക്ക് രാഷ്ട്രീയത്തെ പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ എന്തെങ്കിലും എനിക്ക് അറിവ് വരുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ താൻ വരാം. പക്ഷേ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, കാരണം രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ഒരു പൊട്ടൻഷ്യലൊക്കെ ധ്യാനിനുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരാളുടെ അല്ലെങ്കിൽ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡിലുള്ളൊരു മനുഷ്യരുടെ മനസ്സ് വായിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ഒരു വലിയ മനുഷ്യനായിട്ട് തീരുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ധ്യാൻ ശ്രീനിവാസൻ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധിക്കട്ടെ. ശ്രീനിവാസൻ ഒരുപാട് രാഷ്ട്രീയങ്ങൾ ഉണ്ടായിരുന്ന ഒരു ആളാണ് ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളെ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. ശ്രീനിവാസൻ്റെ സിനിമകൾ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഒരു ചോരയല്ലേ ഇതും. അപ്പോൾ ആ ഒരു ഇത് അവർക്ക് ഉണ്ടായിരിക്കാം. വരുന്നെങ്കിൽ വരട്ടെ, അതൊക്കെ നല്ല കാര്യം, നല്ല വിഷയം. CM ആകുന്നെങ്കിൽ ആകട്ടെ, ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ CM ആയിട്ട് വരട്ടെ. അതൊക്കെയും ഓരോരുത്തരെയും തലവരെയും വിധിയും പോലെ ഇരിക്കും. അതൊക്കെ നടക്കട്ടെ. അപ്പോൾ ധ്യാനിൻ്റെ ഏത് സിനിമകളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ആണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, ബൈ.